യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ റഷ്യയ്ക്കുണ്ടായ നഷ്ടങ്ങളുടെ കണക്കുകൾ വിവരിക്കുന്നതിൽ അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ തെറ്റാണെന്നും ഉന്നയിച്ചതെല്ലാം യുക്രൈനിന്റെ വാദങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞതിന് പിന്നാലെ പുതിയ വാർത്തയും പുറത്തുവന്നു കഴിഞ്ഞു. മെഡിറ്ററേനിയൻ കടലിൽ തങ്ങൾക്കുള്ള ഏക നാവിക താവളമായ ടാർട്ടസ് റഷ്യ ഒഴിപ്പിച്ചു തുടങ്ങിയതായി റിപ്പോർട്ടുകൾ. എൽനിയ എന്ന പടക്കപ്പൽ തുറമുഖത്ത് നിന്ന് മടങ്ങിയെന്ന സ്ഥിരീകരണമുണ്ട്. മറ്റു പടക്കപ്പലുകളും ഒരു മുങ്ങിക്കപ്പലും റഷ്യ ഇവിടെ നിന്ന് നീക്കുമെന്ന് അഭ്യൂഹം ശക്തമാണ്. 4 ഫ്രിഗേറ്റ് പടക്കപ്പലുകളാണ് ടാർട്ടസുമായി ബന്ധപ്പെട്ട് റഷ്യ വിന്യസിച്ചിരിക്കുന്നത്. നാവിക താവളമെന്നല്ല, മറിച്ച് വിതരണ കേന്ദ്രമെന്ന നിലയിലാണ് റഷ്യ ടാർട്ടസിനെ വിശേഷിപ്പിക്കുന്നത്. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ അസദ് സർക്കാരിന് പിന്തുണ നൽകാൻ റഷ്യയെ സഹായിച്ച നിർണായക കേന്ദ്രം കൂടിയാണ് ടാർട്ടസ്. 2017 ഈ നാവിക താവളത്തിലെ വികസനങ്ങൾ റഷ്യ തുടങ്ങിയിരുന്നു. ശീതസമരം കത്തിനിന്ന 1971 സോവിയറ്റ് യൂണിയനാണ് ടാർട്ടസ് നാവികത്താവളം സ്ഥാപിച്ചത്. സിറിയയുമായി ഉണ്ടാക്കിയ കരാറിന്റെ പേരിലായിരുന്നു അത്. സോവിയറ്റ് നാവികസേനയുടെ 5ാം സ്ക്വാഡ്രനുള്ള ബേസ് എന്ന നിലയിലാണ് ടാർട്ടസ് സ്ഥാപിക്കപ്പെട്ടത്. റഷ്യൻ നാവികസേനയ്ക്ക് വൻ തിരിച്ചടിയാണ് ടാർട്ടസ് നഷ്ടപ്പെടുന്നതോടെ കിട്ടുന്നത്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ തന്നെ റഷ്യൻ നേവിക്ക് ധാരാളം തിരിച്ചടികൾ യുദ്ധത്തിൽ കിട്ടിയെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കരിങ്കടലിലും മറ്റും യുക്രൈന്റെ ആക്രമണം റഷ്യൻ നേവിയെ നന്നായി ഉലച്ചിരുന്നു. ഇതിനൊപ്പം കൂനിന്മേൽ കുരുവെന്ന പോലെ റഷ്യയുടെ ഒരേയൊരു വിമാനവാഹിനി പൂർണ്ണമായി പ്രവർത്തന തടസ്സം നേരിട്ടു. കുസ്നെറ്റ്സോവ് ക്ലാസ്സിലുള്ള ഏക കപ്പലും റഷ്യയുടെ ഏക ഫ്ലാഗ്ഷിപ്പുമായ കുസ്നെറ്റ്സോവ് ഒരു രോഗിയെന്നാണ് അറിയപ്പെടുന്നത്. ശീതയുദ്ധകാലത്തിന്റെ അവശേഷിപ്പായ കുസ്നെറ്റ്സോവ് റഷ്യയുടെ വടക്കൻ ഫ്ലീറ്റിന്റെ ഭാഗമാണ്. വടക്കൻ ഫ്ലീറ്റിന്റെ ആസ്ഥാനമായ സെവറോമോർസ്കിലാണ് കപ്പലിന്റെ ആസ്ഥാനവും. എന്നാൽ തുറമുഖം വിട്ട് കുസ്നെറ്റ്സോവ് പുറത്തു പോകുമ്പോൾ കെട്ടിവലിക്കാനുള്ള ടഗ് ബോട്ടുകളും മെക്കാനുകളും യന്ത്രോപകരണങ്ങളും ഒപ്പം പോകും. എപ്പോഴാണ് കുഴപ്പങ്ങളോ ബ്രേക്ക് ഡൗണുകളോ ഉണ്ടാകുന്നതെന്ന് അറിയാനൊക്കില്ല. ഇത്തരത്തിൽ പരാധീനതകളുള്ളതിനാൽ കുസ്നെറ്റ്സോവിനെ റഷ്യൻ നാവികസേനയിൽ നിന്ന് മാറ്റിയെന്നാണ് കരുതപ്പെടുന്നത്.